ഞാൻ ഡാർക്ക് വെബിൽ കയറിയിട്ടുള്ള ഒരാളാണ്. മനുഷ്യൻ്റെ ഏറ്റവും മൃഗീയമായ സ്വഭാവം കാണാൻ കഴിയുന്ന സ്ഥലമായിട്ട് മാത്രമേ ഡാർക്ക് വെബിനെ എനിക്ക് കാണാൻ കഴിയുകയുള്ളൂ. സോഷ്യോളജിയിലെ ഒരു തീസിസിന് വേണ്ടിയാണ് ആദ്യമായി ഞാൻ ഡാർക്ക് വെബിൽ കയറുന്നത്. എൻ്റെ ഫ്രണ്ട്സിൻ്റെ സഹായത്തോടെ ടോർ ബ്രൗസറിനെ പറ്റിയും എങ്ങനെ എൻ്റെ ഐഡൻറ്റിറ്റി ഡാർക്ക് വെബിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാമെന്നതിനെ പറ്റിയും വളരെ വ്യക്തമായി ഞാൻ പഠിച്ചിരുന്നു. അങ്ങനെ നല്ലൊരു പ്രിപ്പറേഷനൊടുവിലാണ് ഡാർക്ക് വെബ് എന്ന മിസ്റ്ററീസ് മാത്രം നിറഞ്ഞ ലോകത്തേക്ക് ഞാൻ പോകാൻ തീരുമാനിച്ചത്. തീസിസിന് വേണ്ട ഒരു നല്ല ടോപ്പിക്കിന് വേണ്ടി ദിവസങ്ങളോളം ഞാൻ ഡാർക്ക് വെബിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരുന്നു. വർഷങ്ങൾ പഴക്കം തോന്നിക്കുന്ന വെബ്സൈറ്റ്സും അതിൽ ഡ്രഗ് ട്രാഫിക്കിംഗ്, നാസി കൺസ്പിറസി തിയറീസ്, വെപ്പൺ സെല്ലിംഗ് സൈറ്റ്സ്, ഇങ്ങനെ ബോറിംഗ് ആയി തോന്നിക്കുന്ന പലതും ഞാൻ കണ്ടു. സത്യം പറഞ്ഞാൽ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിക്കുന്ന ഒരു ടോപ്പിക് പോലും എനിക്ക് ആ നിമിഷം വരെ കിട്ടിയിരുന്നില്ല. ദിസ് മെയ്ഡ് മീ അപ്സെറ്റ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിക്കുന്ന ഒരു ഫോറം ഞാൻ കാണുന്നത്. അതിൻ്റെ പേരെങ്ങനെയാണ്? ദ എൻഡൂസിയസ് ഓഫ് സൂയിസൈഡ്. പല ഭാഷ സംസാരിക്കുന്ന ആളുകളെ കണ്ടതുകൊണ്ട് തന്നെ ഈ ഒരു സൈറ്റിന് ലോകമെമ്പാടും എത്രത്തോളം ആരാധകരുണ്ട് എന്നതിനെപ്പറ്റി ഞാൻ അത്ഭുതപ്പെട്ടു. ഉള്ളതിൽ അറിയാവുന്ന ഭാഷ ഇംഗ്ലീഷ് ആയതുകൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നവരുടെ സെക്ഷൻ ചുമ്മാ ഞാൻ ഒന്ന് ഓടിച്ചു നോക്കി. അതിൽ നിന്നും ഒരു കാര്യം ഉറപ്പാണ്: ഈ ഫോറത്തിലുള്ള എല്ലാവർക്കും സൂയിസൈഡിനോട് ഒബ്സഷനാണ്. മറ്റൊരാൾ സൂയിസൈഡ് ചെയ്യുന്നത് കണ്ടുകൊണ്ട് അതിൽ നിന്നും പ്ലഷർ കണ്ടെത്തുന്നവരാണ് ഭൂരിഭാഗം പേരും. ഉദാഹരണത്തിന്, എങ്ങനെ സൂയിസൈഡ് ചെയ്യാം, വേദനയില്ലാതെ എങ്ങനെ മരിക്കാം, സൂയിസൈഡ് ചെയ്യുന്ന ആൾക്കാരുടെ പിക്ചേഴ്സ്, ഇതെല്ലാമാണ് അവർ ഷെയർ ചെയ്യുന്ന പ്രധാന ടോപ്പിക്. അവരുടെ ഇത്തരത്തിലുള്ള ഡിസ്കഷൻ നോക്കിയിരിക്കുമ്പോഴാണ് മുകളിലത്തെ ബോർഡിൽ സൂയിസൈഡ് ഷോയെപ്പറ്റി ഒരു ഡിസ്കഷൻ വരുന്നതായി ഞാൻ ശ്രദ്ധിക്കുന്നത്. നീ ഇന്ന് ആ ഷോ കാണുന്നുണ്ടോ? ഒരാൾ മറ്റൊരാളോട് ചോദിച്ചു. ഇല്ല, നാളൊരു വലിയ ദിവസമാണ്. ഞാൻ എൻ്റെ തോക്കുമായി ഓഫീസിൽ ചെന്ന് എൻ്റെ ബോസിനെ കൊല്ലാൻ ആഗ്രഹിക്കുന്നു, അതിനുശേഷം എന്നെയും. മറ്റേയാൾ മറുപടി പറഞ്ഞു. ഇത് വായിച്ചപ്പോൾ എനിക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി. പക്ഷേ ദ സൂയിസൈഡ് ഷോ എന്തായിരിക്കും അത്? ഉള്ളിൽ നല്ല പേടിയുണ്ടെങ്കിലും ഈ ഒരു ഷോ കാണാൻ എന്തെന്നില്ലാത്ത കൗതുകമായിരുന്നു എനിക്ക്. ചിലപ്പോൾ ഇത് റിയാലിറ്റിയായി അംഗീകരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല എന്നതാവാം സത്യം. അതുമാത്രമല്ല, ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ തീസിസിന് പറ്റിയ ആരും കേട്ടിട്ടില്ലാത്ത ഒരു ടോപ്പിക്കായിരുന്നു അത്. അതിനാൽ തന്നെ ഞാൻ ആ ഷോ കാണാൻ തീരുമാനിച്ചു. ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഇന്ത്യൻ സമയം 1 മണിക്കാണ് ഈ ഷോ എയർ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഷോയിലേക്ക് പോകേണ്ട ലിങ്കും എനിക്ക് കിട്ടി. സമയം രാത്രി 1 മണി. ഷോ കാണാനായി ഞാൻ എൻ്റെ ലാപ്ടോപ്പിന് മുമ്പിൽ ഇരിപ്പുറപ്പിച്ചു. എന്തോ എനിക്ക് വല്ലാത്തൊരു ഭയം തോന്നി. ഞാൻ ഈ ചെയ്യുന്നത് ശരിയാണോ? എനിക്ക് താങ്ങാൻ പറ്റാത്ത വിധം ഞാൻ എന്തെങ്കിലും കാണുമോ? ഞാൻ ആകെ വിയർക്കാൻ തുടങ്ങി. എങ്കിലും തീസിസിന് വേണ്ടി ഇത്രയും നല്ലൊരു ടോപ്പിക് കിട്ടിയിട്ട് വിട്ടുകളയാൻ എനിക്ക് തോന്നിയില്ല. ഞാൻ കാത്തിരുന്നു. ഷോ തുടങ്ങി. വളരെ ഇരുണ്ടൊരു മുറി. ഒരു ഭയപ്പെടുത്തുന്ന എന്നാൽ ശാന്തമായ ഒരു മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യുന്നുണ്ട്. വീഡിയോ ക്വാളിറ്റി അത്ര നല്ലതല്ല. ഫോൺ ക്യാമറ യൂസ് ചെയ്താണ് വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു. പിന്നീട് ക്യാമറ ഫോക്കസ് ചെയ്തത് ഒരു സ്ത്രീയുടെ മേലെയാണ്. ഒരു മൈക്കും കയ്യിൽ പിടിച്ച് ഭയത്തോടു കൂടി എന്നാൽ ആർട്ടിഫിഷ്യലായി ഒരു ചിരി ഫിറ്റ് ചെയ്താണ് അവൾ നിൽക്കുന്നത്. ആദ്യ നോട്ടത്തിൽ തന്നെ ആരോ അവളെ പേടിപ്പിച്ച് ഭീഷണിപ്പെടുത്തി അവൾ നിർത്തിയിരിക്കുന്നതായാണ് നമുക്ക് തോന്നുക. ഈ ഒരു സീൻ എന്നെ ശരിക്കും ഭയപ്പെടുത്തി. ഞാൻ എൻ്റെ കസേരയിൽ മുറുക്കി പിടിച്ചിരുന്നു. അവൾ എന്നെ ശരിക്കും ഭയപ്പെടുത്തി. ഈ ഒരു ഷോ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ നെഞ്ചിൽ ഒരു കരിങ്കല്ല് വെച്ചതുപോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. സൂയിസൈഡ് ഷോയിലേക്ക് സ്വാഗതം. ഞാനായിരിക്കും ഈ ഷോ ഇന്ന് ഹോസ്റ്റ് ചെയ്യുന്നത്. ഇത് പറയുമ്പോൾ അവൾ നന്നായി വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവൾ കരയാതിരിക്കാൻ പരമാവധി ശ്രമിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. ഒട്ടും വൈകാതെ തന്നെ നമുക്ക് ഷോ തുടങ്ങാം, അവൾ കൈ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു. ഇത് പറയുമ്പോഴും അവളുടെ മുഖത്ത് ഭയം വ്യക്തമായിരുന്നു. ഇത്രയും സ്ക്രീനിൽ സംഭവിക്കുമ്പോഴും ഇതൊരു നോർമൽ ഗെയിം ഷോ ആണെന്നും ഇതെല്ലാം അവരുടെ അഭിനയമാണെന്നും വിശ്വസിക്കാനായിരുന്നു എനിക്കിഷ്ടം. പക്ഷേ റിയാലിറ്റി വേറെയായിരുന്നു. നമ്മുടെ ആദ്യത്തെ മത്സരാർത്ഥി ന്യൂയോർക്കിൽ നിന്നും റോബർട്ട് ഹവേർഡാണ്. കയ്യിലുള്ള കാർഡിൽ നിന്നും അവൾ വായിച്ചു. അവളുടെ ശബ്ദം നല്ല പോലെ ഇടർന്നുണ്ടായിരുന്നു. പെട്ടെന്നൊരു സ്പോട്ട്ലൈറ്റ് അയാളെ ഫോക്കസ് ചെയ്ത് ഓണായി. അപ്പോഴാണ് ഞാനത് വ്യക്തമായി കണ്ടത്. അയാളുടെ കയ്യിൽ ഒരു ഷോട്ട് ഗൺ ആയിരുന്നു. ഇത് കണ്ടതോടെ എൻ്റെ ശ്വാസം നിലച്ചു. എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ അതായിരുന്നു സത്യം. ഇത് ശരിക്കും ഒരു സൂയിസൈഡ് ഷോ ആണ് എന്ന് അപ്പോൾ എനിക്ക് ബോധ്യമായി. അയാൾ ആ തോക്കെടുത്ത് ഒട്ടും നിരസിക്കാതെ അയാളുടെ വായിൽ വെച്ചു. അയാളെ കൊണ്ടത് കഴിയില്ല, അതൊരു കൽത്തോക്കാണ്. അങ്ങനെയൊക്കെ എനിക്ക് തോന്നിയെങ്കിലും പെട്ടെന്നൊരു വെളിച്ചവും പുകയും. പിന്നീട് ഞാൻ കാണുന്നത് നിലത്ത് ജീവനില്ലാതെ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന പകുതി തലയില്ലാത്ത അയാളുടെ ശരീരമാണ്. കുറെ പേടിപ്പിക്കുന്ന സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിലും ഞാനിത് പ്രതീക്ഷിച്ചില്ല. ഇത്തരത്തിലൊരു ദൃശ്യം കാണാൻ ഞാൻ പ്രിപ്പയർഡ് അല്ലായിരുന്നു. ദേഹത്ത് ഇടിമിന്നലേറ്റതുപോലെയായിരുന്നു എൻ്റെ അവസ്ഥ. എനിക്ക് ഛർദ്ദിക്കാൻ തോന്നി, കരയാൻ തോന്നി, ആ ഷോ അവിടം കൊണ്ട് അവസാനിപ്പിക്കാൻ തോന്നി. പക്ഷേ ഞാൻ നിർത്തിയില്ല.
എന്തോ ഒരു കാരണത്താൽ അത് കണ്ടിന്യൂ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. എന്നാൽ ആ ഒരു ഡിസിഷൻ ഒരു മിസ്റ്റേക്ക് ആയിരുന്നു എന്ന് പിന്നീടാണ് എനിക്ക് ബോധ്യമായത്. ജഡ്ജേഴ്സ്, ക്യാമറ പിന്നെ ഫോക്കസ് ചെയ്തത് പന്നികളുടെ മുഖംമൂടി വെച്ച 3 ആളുകളെയാണ്. അവർ ഓരോരുത്തരായി കയ്യിലുള്ള ബോർഡിൽ സ്കോർ എഴുതി ഉയർത്തിപ്പിടിച്ചു. 3.5, 2.5, 4 ഇതായിരുന്നു അവരുടെ സ്കോർസ്. ഇവരെന്താണ് ഈ ചെയ്യുന്നത്? ഇവർക്ക് മനുഷ്യത്വം എന്നൊന്നില്ലേ? എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഒരു മനുഷ്യൻ മരിക്കുന്നത് നോക്കി നിൽക്കുകയും ഒരു ദാക്ഷിണ്യം കൂടാതെ മാർക്കിടുന്നത് കണ്ടപ്പോൾ മനുഷ്യത്വം എന്ന പദത്തിൻ്റെ അർത്ഥമാണ് അവിടെ ചോദ്യം ചെയ്യപ്പെട്ടത്. നമ്മുടെ അടുത്ത കണ്ടസ്റ്റൻറ്റ് കാർലസ് ആണ്, ലോസ് ആഞ്ചലസിൽ നിന്നും. ധൈര്യം വീണ്ടെടുത്ത് ഞാൻ സ്ക്രീനിലേക്ക് നോക്കി. മരിച്ചു കിടക്കുന്ന ആളുടെ രക്തത്തിൽ ചവിട്ടി മറ്റൊരാൾ നിൽക്കുന്നു. അയാളുടെ കയ്യിൽ എന്തോ ഉണ്ടായിരുന്നു. എന്നാൽ വെളിച്ചം കുറവായിരുന്നതിനാൽ എനിക്കത് കാണാൻ പറ്റിയില്ല. അതിലുപരി അയാൾ എന്തോ ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സത്യം പറഞ്ഞാൽ ഷോ അവസാനിച്ചു എന്നാണ് ഞാൻ കരുതിയത്. ബട്ട് അതൊരു തുടക്കം മാത്രമായിരുന്നു. അയാളുടെ കയ്യിൽ എന്തായിരുന്നുവെന്ന് എനിക്കിപ്പോൾ വ്യക്തമായി കാണാം. അതൊരു കത്തിയായിരുന്നു. ഇറച്ചി മുറിക്കാൻ ഉപയോഗിക്കുന്ന വലിയൊരു കത്തി. വലിയൊരു അലർച്ചയോടെ അയാൾ വേഗത്തിൽ ആ കത്തി ഉപയോഗിച്ച് അയാളുടെ കഴുത്ത് മുറിക്കാൻ തുടങ്ങി. എനിക്കത് കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല. അധിക നേരം അയാൾക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. അതിനു മുൻപേ തന്നെ അയാൾ മുട്ടിന്മേൽ വീണ് ജീവന് വേണ്ടി പിടയാൻ തുടങ്ങി. കഴുത്തിൽ നിന്നും രക്തം ചീറ്റുന്നതും തല അടർന്ന് പിന്നിൽ വീഴുന്നതുമാണ് പിന്നീട് ഞാൻ കണ്ടത്. ശ്വാസത്തിനു വേണ്ടി അയാൾ പിടയുന്നത് നോക്ക് ജഡ്ജസ്, അവൾ അത്യുത്സാഹത്തോടെ പറഞ്ഞു. എനിക്ക് എന്തെന്നില്ലാത്ത അറപ്പ് തോന്നി. ഞാൻ എന്തിനാണ് ഇത് ചെയ്തത് എന്നാണ് ഞാൻ ആ നിമിഷം ആലോചിച്ചത്. എനിക്കൊട്ടും സഹിക്കാൻ കഴിഞ്ഞില്ല. ഒരു മനുഷ്യൻ എന്ന നിലയിൽ ആ ഒരു നിമിഷം എനിക്ക് മറക്കാൻ സാധിക്കാത്തതാണ്. പെട്ടെന്ന് തന്നെ ഞാൻ എൻ്റെ ലാപ്ടോപ്പ് ഓഫാക്കി. ഞാൻ പൊട്ടിക്കരഞ്ഞു. എന്തോ എൻ്റെ മുറിയുടെ സുരക്ഷിതത്വത്തിൽ ഇരുന്നിട്ട് കൂടി എനിക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. ആരൊക്കെയോ എന്നെ നിരീക്ഷിക്കുന്നു എന്നൊരു തോന്നൽ. അന്ന് എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. എനിക്ക് എന്നോട് തന്നെ വല്ലാത്ത അറപ്പായിരുന്നു. അതിനുശേഷം കണ്ണടയ്ക്കുമ്പോഴെല്ലാം കഴുത്തറുത്തുകൊണ്ടിരിക്കുന്ന ആ മനുഷ്യനെയാണ് ഞാൻ കണ്ടത്. ഇപ്പോഴും പൂർണ്ണമായി ആ ഓർമ്മകൾ എന്നെ വിട്ടുമാറിയിട്ടില്ല. പിന്നീട് ഒരിക്കലും ഞാൻ ഡാർക്ക് വെബിലേക്ക് പോയിട്ടുമില്ല. ഒരിക്കലും ഡാർക്ക് വെബിലേക്ക് പോകരുത്.